UDF പ്രചരണത്തിന് കെ സുധാകരനെ സജീവമായി ഇറക്കാൻ സ്ഥാനാർത്ഥികൾ. ശനിയാഴ്ച മട്ടന്നൂരിൽ സുധാകരൻ പ്രചരണത്തിന് ഇറങ്ങും. സുധാകരൻ അനുയായികളെയും പ്രവർത്തനങ്ങളിൽ സജീവമാക്കുകയാണ് ലക്ഷ്യം. വിവാദങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും മട്ടന്നൂരിൽ വിജയമാണ് ലക്ഷ്യമെന്നും സുധാകരനെ കണ്ട ശേഷം സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി പറഞ്ഞു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിലും കെ സുധാകരനെ സജീവമായി പ്രചരണത്തിനിറക്കുക എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്. ഹൈക്കമാൻഡും ഇക്കാര്യം സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് എത്തണം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് സുധാകരന് നൽകിയത്. ഇത് പാലിക്കുമെന്ന ഉറപ്പും സുധാകരൻ നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളിൽ പലരും അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ എത്തി. കണ്ണൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനാണ് ആദ്യം കെ സുധാകരനെ സന്ദർശിച്ചത്. പിന്നാലെ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരിയും എത്തി. മട്ടന്നൂരിൽ കെ സുധാകരൻ പ്രചരണത്തിന് എത്തുമെന്നും റോഡ് ഷോയിലടക്കം കെ സുധാകരൻ പങ്കെടുക്കുമെന്നും ചന്ദ്രൻ തില്ലങ്കേരി. MP സാധാരണ എന്താ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹ ആശംസകളും വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നാണ് പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനായ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് സുധാകരൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. വിവാദങ്ങൾ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു വിവാദവും ശ്രദ്ധിക്കുന്നില്ല. മട്ടന്നൂർ നിയോജക മണ്ഡലം UDFൻ്റെ കയ്യിൽ പിടിച്ചെടുക്കുക എന്ന ദൗത്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കെ സുധാകരൻ നാളെ മട്ടന്നൂരിൽ നടക്കുന്ന റോഡ് ഷോയിലും കൺവെൻഷനിലും പങ്കെടുക്കും. ജില്ലയിൽ കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിട്ടുനിന്നാൽ അത് പാർട്ടിയുടെ ആകെയുള്ള പ്രവർത്തനത്തെ ബാധിക്കും. ഇത് മുൻകൂട്ടി കണ്ടാണ് സുധാകരനെ പ്രചരണത്തിന് സജീവമാക്കാൻ നേതൃത്വം ഇടപെടുന്നത്. കണ്ണൂരിൽ നടക്കുന്ന കൺവെൻഷനിലും കെ സുധാകരൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്ന കെ സുധാകരന് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി വിടുമെന്നുവരെ അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയാണ് വലുതെന്നും താൻ എത്രയോ ചെറുതാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വിവാദങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് കെ സുധാകരൻ ചെയ്തത്. ഡൽഹിയിൽ നിന്നും കണ്ണൂരിലെ വീട്ടിൽ എത്തിയ ശേഷം അദ്ദേഹം സഹപ്രവർത്തകരുമായി കൂടിയാലോചനകളും നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.